ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പരിപ്പ് വട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് പരിപ്പ് വട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ കടലപ്പരിപ്പും തുവരപ്പരിപ്പും എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പ് തുവരപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സോക്ക് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കണമെന്നില്ല, 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പിന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പെരുംജീരകം 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അരച്ചെടുത്തിട്ട് വരാം. 2 തവണയായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. നല്ല തരുപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പരിപ്പ് മുഴുവനായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ചേർക്കുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, കറിവേപ്പില മാത്രമാണെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കാം. ഇത് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആയതുകൊണ്ട്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ അത് എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട്. ഇതൊരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1 കപ്പുണ്ട്. അപ്പോൾ ബീട്രൂട്ട് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാം. ആദ്യം കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അങ്ങനെ പരിപ്പ് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ വടകളും ഇതിലേക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, മീഡിയം ഹോട്ടിലാണ് വേണ്ടുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കൂട്ട് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ബീട്രൂട്ടൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറില്ല. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കും, ഒരു പച്ച ചുവയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്തു വെക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്പെഷ്യൽ പരിപ്പ് വട തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കണം. ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൊടുത്തു നോക്കൂ, അവരും കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ്. നമ്മുടെ ചാനലിലെ സ്നാക്സ് റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്